ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൂസ് പി എസ് സി. ഇന്ന് നമ്മൾ കിച്ചൂസ് പി എസ് സിയിലെ വോയിസ് ഓഫ് SSCRT പരിചയപ്പെടാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബയോളജി പാർട്ടിൽ നിന്നും ഉള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് മണ്ണിൽ നിന്നും പൊന്ന് വിളയിക്കാം. അപ്പം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിതുവരെ നമ്മൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും ബയോളജി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ ക്ലാസ്സോടെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര്? മണ്ണിൽ നിന്നും പൊന്ന് വിളയിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാം. എന്താണ്? മണ്ണിൽ നിന്നും പൊന്ന് വിളയിക്കാം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിന് എന്ത് പറയാം? ലൈംഗിക പ്രത്യുൽപാദനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതിനെ എന്തു പറയാം? കായിക പ്രജനനം. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്തു പറയാം? സ്റ്റോക്ക് അഥവാ മൂലകാന്ഡം. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാന്ഡം എന്ന് പറയുന്നു. ഗ്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ വേരോട് കൂടിയ ചെടിയിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേര് സൈൻ അഥവാ ഒട്ടുകമ്പ്. എന്താണ്? ഗ്രാഫ്റ്റിംഗ് നടത്തുമ്പോൾ വേരോട് കൂടിയ ചെടിയിൽ ഒട്ടിക്കുന്ന കൊമ്പിനെ പറയുന്ന പേരാണ് സൈൻ അഥവാ ഒട്ടുകമ്പ്. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് ബഡ്ഡിംഗ് അഥവാ മുകുളം ഒട്ടിക്കൽ. ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുന്ന രീതിയാണ് ബഡ്ഡിംഗ് അഥവാ മുകുളം ഒട്ടിക്കൽ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികളിൽ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. എന്നാൽ ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്തത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോന്തത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി, തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരുള്ള മണ്ണുത്തിയിലാണ്. ശരി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമോ? ശ്രീകാര്യം. തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തിക്കുന്നത് ഏത് സ്ഥാപനം വഴിയാണ്? കൃഷിഭവൻ വഴിയാണ്. എന്താണ്? ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന നടീൽ വസ്തുക്കളൊക്കെ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഏത് സ്ഥാപനം മുഖേനയാണ്? അത് കൃഷിഭവനിലൂടെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആസ്ഥാനങ്ങൾ നോക്കാം. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി,
തൃശ്ശൂർ. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂരുള്ള മണ്ണുത്തിയാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ ശ്രീകാര്യം, തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ആണെങ്കിലോ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. റബ്ബർ, കോട്ടയം. കേന്ദ്ര തോട്ടവിള എവിടെയാണ്? അത് കാസർഗോഡാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വാഴക്കുളം, എറണാകുളം വാഴക്കുളത്താണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ശരി, സങ്കര ഇനം തെങ്ങിന് നമുക്കൊന്ന് പരിചയപ്പെടാം. ചന്ദ്രലക്ഷ നോക്കി ഏതൊക്കെ തമ്മിലാണുള്ളത്? ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. എന്താണ്? ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. ചന്ദ്രശങ്കര എന്നത് ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ്. എന്താണ്? ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കരയിനം ഏതാണ്? ചന്ദ്രശങ്കര. ചാവക്കാടൻ ഓറഞ്ച് പ്ലസ് വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്താണ്? ചന്ദ്രശങ്കര. ലക്ഷഗംഗ. എന്താ ലക്ഷഗംഗ? ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോധത്തിൻ്റെയും, അത് എളുപ്പമാണ് അല്ലേ. ലക്ഷദ്വീപിൻ്റെ ലക്ഷയും ഗംഗാബോധത്തിൻ്റെ ഗംഗയും കൂടിച്ചേരുമ്പോൾ എന്താവും? ലക്ഷഗംഗ. ലക്ഷദ്വീപിൻ്റെ ലക്ഷയും ഗംഗാബോധത്തിൻ്റെ ഗംഗയും കൂടിച്ചേരുമ്പോൾ എന്തായി? ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാബോധത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. എന്നാൽ ചന്ദ്രലക്ഷയോ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും, ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രലക്ഷ. ചാവക്കാടൻ ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ശരി, ഇനി നമുക്ക് നെല്ലിൻ്റെയും പയറിൻ്റെയും പച്ചമുളകിൻ്റെയും വെണ്ടയുടെയും വഴുതനയുടെയും അതുപോലെ തക്കാളിയുടെയും സങ്കര ഇനങ്ങളെ പരിചയപ്പെടാം. ശരി, നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നത് നെല്ലിൻ്റെ സങ്കര ഇനമാണ്. ഏതൊക്കെയാണ് നെല്ലിൻ്റെ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. എന്നാൽ പയറിൻ്റെയോ? പയറിൻ്റെ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയർ ലോലമാണല്ലേ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളകിൻ്റെ ഏതൊക്കെയാണ്? പച്ചമുളക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അപ്പോൾ പച്ചമുളക് ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ട, കിരൺ, വെണ്ട, അർക്ക, വെണ്ട, അനാമിക, സൽകീർത്തി അല്ലേ. വെണ്ട ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതിന ഏതാണ്? വഴുതിനയുടേത് എളുപ്പമാണല്ലേ. വർണ്ണങ്ങളുടെ പേരാണ്. ശ്വേത, ഹരിത, നീലിമ, സൂര്യ. ശ്വേത, ഹരിത, നീലിമ, സൂര്യ. ഇതൊക്കെയാണ് വഴുതനങ്ങയുടെ. തക്കാളിയുടെ ഏതാണ്? മുക്തി, അനഘ, അക്ഷയ. എന്തൊക്കെയാണ് തക്കാളിയുടെ സങ്കര ഇനങ്ങളുടെ പേര്? ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ. ഇപ്പം നെല്ല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയർ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന സൂര്യ, ശ്വേത, ഹരിത, നീലിമ. തക്കാളി മുക്തി, അനഘ, അക്ഷയ. ഇതൊക്കെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വ്യക്തമായി തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. ശരി, ഒരു ചെടിയുടെ കോശത്തിൽ നിന്നും ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നും ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ്? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ
ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള. എന്താണ്? ഒരു പ്രധാന വിളക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യം. എന്താണ്? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യം. ഉദാഹരണം എന്താണ്? പയറ്, ഉഴുന്ന്. പയറ്, ഉഴുന്നൊക്കെ അല്ലേ, നമ്മൾ ഇടവിളയായിട്ട് ഒരു കൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് അതേ ഇത് തന്നെ ഇറക്കാതെ മാറ്റി കൃഷി ചെയ്യുന്നതിനെയാണ് വിളപര്യം. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്നത് ഏതാ? അതാണ് ഇടവിള. ഇടവിളയും വിളപര്യവും മാറിപ്പോകരുത്. ശരി. പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. എന്താണ്? പയർവർഗ്ഗങ്ങളിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് എന്ത്? റൈസോബിയം. ജൈവ കീടനാശിനിക്ക് ഉദാഹരണമാണ് പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, എമൽഷൻ. എന്തൊക്കെയാണ് ജൈവ കീടനാശിനിക്ക് ഉദാഹരണങ്ങൾ? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ, എമൽഷൻ എന്നിവയൊക്കെ ജൈവ കീടനാശിനിക്ക് ഉദാഹരണങ്ങളാണ്. ജൈവ കൃഷി ഗവേഷകനായ മസനോബു ഫുക്കുവോക്കോ ആണ് ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. ജൈവ കൃഷി ഗവേഷകനായ മസനോബു ഫുക്കുവോക്കോ ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. പരുത്തി ഏതിനം വിളയാണ്? പരുത്തി ഒരു നാരുവിളയാണ്. പരുത്തി ഏതിനം വിളയാണ്? ഒരു നാരുവിളയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഒറ്റ വൈക്കോൽ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മസനോബു ഫുക്കുവോക്ക. ഒറ്റ വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മസനോബു ഫുക്കുവോക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.